ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. ഇന്ന് പപ്പ ഒരു കാര്യം ജനറലായിട്ട് ഒരു ടോപ്പിക്ക് ചോദിക്കുക. ഓക്കെ, നിങ്ങൾ അതിന് കൃത്യമായ മറുപടി നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ തകരുന്നതും ഡിവോഴ്സിന്റെ എണ്ണം വർദ്ധിക്കുന്നതും? ഇതിന് കാരണമായത് കഴിഞ്ഞൊരു ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. അതോടൊപ്പം തന്നെ ഫ്ലവേഴ്സ് ചാനലിലാണെന്ന് തോന്നുന്നു കണ്ട ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടാണ് ശ്രീകണ്ഠൻ നായർ ചോദിച്ചൊരു ചോദ്യമാണ്. അതിൽ എനിക്ക് ദേഷ്യം വരാൻ കാരണം, അല്ലെങ്കിൽ ഇത് പ്രതികരിക്കാൻ കാരണമായിട്ട് തോന്നിയത് കാരണം എന്താണെന്നറിയാമോ? അതില് ഒരു സ്ത്രീ ഒരു പുരുഷനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എങ്ങനെയാണ് നിങ്ങൾ ഒരു സ്ത്രീയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? ഭാര്യ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? അയാൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു. അയാൾ പറഞ്ഞത് എന്തെന്നറിയോ? ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നെ കെയർ ചെയ്യുന്ന എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരണം. ഓക്കെ. ഉടനെ ശ്രീകണ്ഠൻ നായർ അവര് പൊട്ടിത്തെറിച്ചതിനകത്ത് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. ആ ഉടനെ അവര് ചോദിച്ചൊരു ചോദ്യം എന്തോന്നറിയോ? അവര് പൊട്ടിത്തെറിച്ചൊരു വിഷയം ഇങ്ങനെ എസ് കെ എന്തോന്ന് ശ്രീകണ്ഠൻ നായർ പറയുകയാണെങ്കിൽ എസ് കെ എൻ പറയാ, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഭാര്യയുടെ ജോലിയാണോ ഒരു ഭർത്താവ് കയറി വന്നാൽ വെള്ളം എടുത്ത് കൊടുക്കേണ്ടത്? നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? വെള്ളം എടുത്ത് കൊടുത്താൽ എന്താ തെറ്റ്? അതിനെ ബേസ് ചെയ്തോണ്ടാ കേട്ടോ ഇനി, അതിനെ ബേസ് ചെയ്തോണ്ടാ ഞാൻ പറഞ്ഞോണ്ട് അയാൾക്ക് വെള്ളം എടുത്ത് കുടിക്കാം. പക്ഷെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം അയാൾക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞു, ഭാര്യയുടെ ഒരു സപ്പോർട്ട് വേണം. ഞാൻ ഒരു കാര്യം കൂടെ സൈക്കോളജിക്കലായിട്ട് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ മൈൻഡിൽ പറയുന്ന ഒരു സംഭവം, നമ്മുടെ ബന്ധത്തില് സ്ത്രീ ആവശ്യപ്പെടുന്നത് കെയർ ആണ് കൂടുതൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ? സ്ത്രീ സാമ്പത്തികമാണോ അല്ല, അവര് വളർന്നു വരിക, രംഗത്ത് കയറി കഴിഞ്ഞു. അപ്പൊ അവർക്ക് സപ്പോർട്ടും വേണ്ടി വരും, ജോലിക്കോ പല കാര്യങ്ങളിലും കേട്ടോ. എന്നാ ഞാൻ കുറെ പോയിന്റ്സ് പറയാം, നിങ്ങളുടെ പോയിന്റ്സ് അതിനകത്ത് ആഡ് ചെയ്യാം. എന്തുകൊണ്ട് ഡിവോഴ്സ് വർദ്ധിക്കുന്നു? ഒന്ന്, സ്ത്രീകളുടെ സാമ്പത്തികം വർദ്ധിച്ചു. മനസ്സിലായോ? എന്നിട്ട് സ്ത്രീകൾക്ക് ഒരു ചിന്ത വന്നു, ഞാൻ സഹിക്കാനുള്ളവൾ മാത്രമല്ല. മനസ്സിലായോ? ഞാന് സഹിക്കാൻ മാത്രം ഉള്ളവളല്ല എന്നൊരു ചിന്ത വന്നു. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ഒരു പ്രണയ വിവാഹങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. അതെന്തോത്തിന് കാരണമായിട്ടുണ്ടാവും? ഡിവോഴ്സിന് കാരണമായിട്ടുണ്ടാവാം, ഇല്ലയോ? ശരിയാ. അതുപോലെ തന്നെ ചേരാൻ പിടിക്കും. സോഷ്യൽ മീഡിയ ഒരു പ്രശ്നം. സോഷ്യൽ മീഡിയ ഒരു പ്രശ്നം. മനസ്സിലായോ? സോഷ്യൽ മീഡിയ ഒരു കമ്പാരിസന് കാരണമായി കാണും. എന്റെ കൂടെ പഠിച്ച അതേ മാർക്ക് പിടിച്ച അവളിങ്ങനാന്നല്ലോ, എന്റെ ജീവിതം എന്താ ഇങ്ങനെ ആയി പോയെ, ഇങ്ങനെയൊക്കെയുള്ള നൂറുകണക്കിനുള്ള ഇടപെടലുകൾ ഇതിനകത്തുണ്ടാവും. മനസ്സിലായോ? അതൊരു റീസണാ. പിന്നെ എന്തോന്ന് വെച്ചാ, ഭാര്യ ഭർത്തൃക്കൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. എന്തുണ്ടായി? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇരുട്ട് വരുന്നുണ്ടില്ലേ, അതുകൊണ്ട് നിങ്ങളെ കാണിച്ചാൽ മനസ്സിലായോ? എന്തുണ്ടായി? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്പേസ് എന്ന വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യ ബോധം ഇവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയോ? അതും ഒരു കാരണമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടുംബ ബന്ധങ്ങൾ കുറഞ്ഞു. വേറെ എന്തോ? കുടുംബ ബന്ധങ്ങൾ കുറഞ്ഞു, അതൊരു കാരണമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ക്ഷമ, വിട്ടുവീഴ്ച. മനസ്സിലായോ? ക്ഷമ, വിട്ടുവീഴ്ച, ഇവയിലൊക്കെ എന്തുണ്ടായി? ഓരോ പ്രശ്നങ്ങളുണ്ടായി. ക്ഷമിക്കാൻ കഴിയുന്നില്ല, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ലാത്തത് കൊണ്ട് കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. പിന്നെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു പ്രശ്നമാണ് വേഗത്തിൽ തീരുമാനം എടുക്കാൻ തുടങ്ങി. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ വളരെ വേഗതയോട് കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റാ. ഐഡിയ കിട്ടിയോ? പിന്നെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈല് മാറി. പണ്ടത്തെ പഴങ്കഞ്ഞിയും കുടിച്ചിരിക്കുന്ന ഒരു സമൂഹമാണോ ഇപ്പോൾ ഉള്ളത്? ഇപ്പൊ ഷവർമ, അൽഫാമും കുഴിമന്തിയും തിന്നുന്ന അതിനുള്ള പൈസയും കാര്യങ്ങളും ഒക്കെ വേണം, അവർക്ക് ഒരു ഔട്ടിങ്ങും ഒക്കെ വേണം. അതൊന്നും കിട്ടാതിരിക്കുമ്പോ അവരെന്തോ ചെയ്യും? സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ മാറും. ലൈഫ് സ്റ്റൈല് മാറി, സാമ്പത്തിക സമ്മർദ്ദം, കടബാധ്യത, ഇതൊക്കെ ഒരു പ്രശ്നമല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ? ഇതെല്ലാം ഡിവോഴ്സിന് കാരണമായി മാറും.
അതുപോലെ തന്നെ ലൈംഗികപരമായ സന്തോഷം ഉണ്ടാകാതിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ കോപം നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ശരിയാ. ഭയങ്കരമായ കോപം, അതും ഒരു കുടുംബജീവിതത്തെ എല്ലാം വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നു, അത് എഴിഞ്ഞു പൊട്ടിക്കുന്നു, അടിക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ എന്തിനിടെ ഞാൻ സഹിക്കുന്നേ എന്നൊരു ചിന്ത വരും. മനസ്സിലായോ? കോപ നിയന്ത്രണം ഉണ്ടാക്കണം. പിന്നെന്ന് പറഞ്ഞ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പൊ ചിന്തിക്കുന്നു. എന്തോ പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, അതല്ല എന്ന ചിന്ത ചിലപ്പം വരും. പിന്നെന്ന് പറഞ്ഞാൽ വേറൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വക്കീലന്മാർക്ക് പറയാനാണെങ്കിൽ നിയമ നടപടികൾ വളരെ പെട്ടെന്ന്, അതിലുപരി എല്ലാവർക്കും നിയമങ്ങളെ പറ്റി ഒരു ഐഡിയ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നിയമങ്ങൾ അറിയാൻ പറ്റും. അതിനേക്കാൾ എല്ലാം ഉപരി കുടുംബ പിന്തുണ കൂടി. ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളെ കെട്ടിച്ചു വിട്ടാലും ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കും. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവരെ അവന്മാർ ഇടിക്കുന്നുണ്ടോ, ഇടി കൂടുതൽ കിട്ടുന്നുണ്ടോ, അതോ അവന്മാർക്ക് ഇടി കൊള്ളുന്നുണ്ടോ, മതി കരണ്ട് പഠിപ്പിക്കുന്നതാ. പപ്പ ഭയങ്കര ബുദ്ധിയാണ്. അപ്പം പപ്പ പറഞ്ഞ എന്നോട് അടിയൊക്കെ കിട്ടിയിട്ട് വരില്ലേ കർത്താവ്, മനസ്സിലായോ? ഞങ്ങളുടെ സ്റ്റാറ്റസ് ഓക്കെ, വെരി ഗുഡ്. അത് നല്ല ആൻസർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. മനസ്സിലായോ? പിന്നെ ഈ സീരിയൽ സിനിമയും കണ്ട് അതുപോലൊന്നും അല്ല കുടുംബജീവിതം എന്ന് മനസ്സിലാക്കണം. സീരിയലിനകത്ത് എപ്പോഴും ഭർത്താവിനെ അടിക്കുന്ന ഭാര്യമാരെ അവന്മാര് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ ഒരു സംഭവമേ ഉണ്ടാകാൻ പാടില്ല. സിനിമയ്ക്കകത്താണേലും പാവപ്പെട്ടവന്മാർ ഇടിയുള്ളൂ. സിനിമയ്ക്കകത്ത് അങ്ങനല്ല, സിനിമയ്ക്കകത്ത് തിരിച്ചാന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലാവുന്നു? പിന്നെ ഈ ക്ഷണിക അതെ എന്നും കാണുന്ന അവർക്കൊരു സന്തോഷം വരട്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാര് ചെയ്യുന്നതായിരിക്കും. ഈ ടോക്സിക് റിലേഷൻ ഒക്കെ അങ്ങ് നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു ആൾക്കാർ, ഇല്ലേ? ആണായാലും പെണ്ണായാലും എന്തോത്തിനാ ഇത് ചുമക്കുന്നേ എന്ന ചിന്ത വരും. ഡൗട്ടുണ്ടോ? ഈ ക്ഷണികമായ സന്തോഷങ്ങളൊക്കെ വലിയ പ്രശ്നമാണ്. കുട്ടികളുടെ അവസ്ഥയോ? കുട്ടികളെ നോക്കുന്നൊരു സമൂഹം ഇന്നില്ല. കുട്ടികൾക്ക് വേണ്ടി സമയം കളയുന്ന ആൾക്കാരെന്ന് പറയുന്ന ഒരു ചിന്ത ഇന്ന് വളരെ കുറവാ. ആണോ? സ്ത്രീ അതും ഇപ്പം ഞാനിത് പറയുമ്പം എന്നേക്കാൾ മൂത്തവരെല്ലാം ചിലപ്പോൾ ചീത്ത വിളിക്കും. പക്ഷെ സംഭവം തെറ്റാ. കാരണം കുഞ്ഞുങ്ങൾ ആരും വളർന്നു വരുന്നവരും അപ്പന്മാരെ നോക്കുന്നൊരു സംസ്കാരമൊക്കെ വിട്ടു. അതവരുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല. മനസ്സിലായോ? ഇപ്പൊ ഒരു പെണ്ണ് ജോലിക്ക് പോകുമ്പോഴും ഒരു വേലക്കാരി വെച്ച് അവിടെ നിർത്തിയിട്ട് അവളുള്ള ജോലിക്ക് പോകും. പോകത്തില്ലേ? അങ്ങനെ പോണം. മനസ്സിലായോ? അത് പോകാതിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ കുടുംബജീവിതത്തിനകത്ത് ഇങ്ങനെ കൊച്ചുങ്ങളെന്നും പറഞ്ഞോണ്ട് പുറക്കാങ്ങണികളെന്നും പറഞ്ഞോണ്ട് അവിടെ അങ്ങനെ ഇരിക്കുവോ? പക്ഷെ ഞങ്ങളങ്ങനെ അല്ലായിരുന്നു. ഞങ്ങൾ ജോലിക്ക് പോയില്ല, ഞങ്ങൾ വീട്ടിൽ കൂലിപ്പണിക്ക് പോയി, വീടുകളിൽ പാത്രം കഴുകാൻ പോയി, എന്നിട്ട് നിന്നെ 2നെയും വളർത്തിയത് ഓർക്കുന്നോ? അതൊക്കെ ഇങ്ങനെയൊക്കെ തട്ടിക്കൂടാ. നിന്നോടൊക്കെ ഇങ്ങനെ പറഞ്ഞാലും നിനക്കൊന്നും മനസാക്ഷി വരത്തില്ല. അപ്പന്റെ ജോലി ചെയ്തെന്ന് പറയും. അങ്ങനെ അപ്പന്റെ ജോലി ചെയ്യാനാകുമ്പോ നിങ്ങൾ വലുതാകുമ്പോഴേ ഇതുപോലെ നോക്കും. അപ്പൊ നിങ്ങള് ഇതിന്റെ അങ്ങനെ പറഞ്ഞാലും എനിക്കൊന്നുമില്ല, ഞാൻ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തേ മുന്നോട്ട് പോകും. അല്ല നേഹ, മോനെ അങ്ങനെ വേണം മോനെ. അതൊക്കെ ഇനി അടുത്ത ഞാൻ അതിന്റെ കൂടെ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചായിരുന്നു. ഭാര്യാഭർത്തൃ ബന്ധങ്ങള് എങ്ങനെയാ? പുതിയ കാലം കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വന്ന മാറ്റം എന്തോ? പുതിയ കാലം കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വന്ന മാറ്റം. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വിരുന്നുകാർ വരും. വിരുന്നുകാർ വരുമ്പോ ഞങ്ങളുടെ അമ്മ ആ കട്ടളയുടെ ബാക്കിൽ നിൽക്കും. എന്നണ്ടേ അല്ലെന്നുണ്ടെ അദ്ദേഹം അതെ അല്ലേ പിള്ളേരച്ചാ ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചായ എന്നോ കോഫി എന്നോ വേണ്ടേ? കണ്ടോ ഇന്നെങ്ങനെ കുപ്പിടോ നമ്മളോടല്ലേ വയ്ക്കുന്നത്? കോഫിയോ? കോഫിക്ക് പഞ്ചസാരയില്ല, അത് മതിയോ? വിത്തൗട്ട് വേണം? ഇങ്ങനെ ചോദിക്കുന്ന ശരിക്കും നടക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മുടെ വണ്ടി കയറിപ്പോയി. കുടുംബജീവിതത്തെയാണ് ഞാൻ വണ്ടി എന്ന് പറഞ്ഞേ. മനസ്സിലാവുന്നോ? വണ്ടി മാറി പുതിയ ഇന്നോവ ഓടുകയാണ്. അടുത്തെന്ന് പറഞ്ഞ ഭർത്താവ് മാത്രം തീരുമാനിക്കുന്ന കാലമൊക്കെ അങ്ങ് കഴിഞ്ഞ്. മനസ്സിലായോ? ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പേരെന്തോന്നറിയാമോ? കുടുംബം, ഭാര്യ ഭർത്താവ് എന്നല്ല, പാർട്ട്ണർഷിപ്പ്. എന്തോ? പാർട്ട്ണർഷിപ്പ്, ഈക്വൽ വാല്യൂസ്. രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് പറയാം, നമ്മളോട് പറയാം, നമ്മൾ ആ പട ചപ്പാത്തി കുഴച്ച് നമ്മള് ഞാനെന്നും ഞാൻ എന്റെ കാര്യം പറയുന്നേ അല്ല ഒന്നും അത് വേണ്ട. അത് ഈ 2 അവളുമാരൊക്കെന്ന് പറഞ്ഞാൽ നീ എടുത്തിട്ട് കീച്ചു അല്ല ഈ പറയുന്നേക്ക്. അതാ
രണ്ടുപേരും ചെയ്യാറുണ്ട്. ഇവിടെ കണ്ടോ എന്തോടില്ല ഇനി അവളൊന്ന് സത്യം പറയുമ്പോ ഇന്നത്തെ ഫുഡ് നിങ്ങൾ ഉണ്ടാക്കി ഇന്നത്തെ ഫുഡ് ഞാൻ മേടിച്ചോണ്ട് വരും. അപ്പൊ മനസ്സിൽ പറഞ്ഞേട്ടോ ഞാൻ എനിക്കെന്ന് പറഞ്ഞു ഞാൻ ചപ്പാത്തി അങ്ങോട്ട് എടുത്ത് ഒന്ന് 2 മിനിറ്റ് കൊണ്ട് കുഴയ്ക്കുന്നു. ഞാൻ ആ പരിപാടി നടക്കട്ടെ. ചപ്പാത്തി ഇന്ന് നമുക്ക് എന്തോ നേകൂട്ടം പറഞ്ഞു അയ്യോ ഇന്ന് പുറത്തൊന്നും മേടിക്കാൻ പറ്റത്തില്ല ഗോതമ്പൊടി ഇല്ലയോ. ചപ്പാത്തി എടുത്ത് കുഴക്കണം. നീ ചപ്പാത്തി കുഴയ്ക്കുക ഞാൻ പരത്തുക. ഓക്കെ ചപ്പാത്തി കുഴയ്ക്കാനോ? അത് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യാം. ഓ ദൈവമേ എന്നാ അവളുമാർ രണ്ടും കൂടെ ചെയ്യട്ടെ നമുക്ക് അവിടെ ഇരിക്കാം. പപ്പ വെറും കൂടെ പോട്ടെ എന്നെ കൂടെ ജയിപ്പിക്കുന്നു. ബന്ധം പാർട്ട്ണർഷിപ്പ് എന്നായി. അപ്പൊ ഇനിയെന്ന് പറയാൻ സമത്വം ആവശ്യപ്പെടുന്ന ഒരു രീതി. അതെന്ത് എനിക്കും അതിനുള്ള അവകാശം ഇല്ലയോ? ഉറങ്ങാൻ നേരം പറയുന്നത് ഞാനും 9 മണിക്ക് ഉറങ്ങൂടെ എന്നൊക്കെ പറയുന്നത്. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറയുകയും ചെയ്യും. ഭർത്താവിൽ നിന്ന് ഇമോഷണൽ ആയിട്ട് സപ്പോർട്ട് കിട്ടുന്നില്ലെന്നായിരിക്കും ചിലപ്പോൾ പെണ്ണുങ്ങൾ പറയും. തീർച്ചയായിട്ടും. ആണോ? ഞാൻ എങ്ങനെയാണോ? എന്താണ് മനസ്സിലായോ? ഇരുവർക്കും തിരക്കുള്ള ജോലിയായിരിക്കും. മനസ്സിലാവുന്നു? അതൊരു പ്രശ്നമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇരുവർക്കും തിരക്കുള്ള ജോലി കണ്ടായിരിക്കും. ടൈം പരസ്പരം കൊടുക്കണം. എന്ത് ചെയ്യണം? വേണ്ടേ? പരസ്പരം ഒരു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളൊരു മാനസികപരമായ ഒരു താല്പര്യം ഉണ്ടാവണം. സ്വകാര്യത അത് വലിയൊരു പ്രശ്നമായി മാറി. എന്തോ സ്വകാര്യത വലിയൊരു പ്രശ്നമായി മാറി. എന്താ വാട്സപ്പ്, ഇൻസ്റ്റ. അത് പറയണം ഭാര്യ. ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എടി പണ്ടൊക്കെ എത്രയോ വിവാഹവും കഴിച്ച് പഞ്ചാര അടിച്ച് നടക്കുന്നവരെല്ലാം ഒരു ചെങ്ങലെ കെട്ടിയിട്ടില്ലേ? നിങ്ങൾ അങ്ങനെ ആണോ? എന്നാ ഓക്കെ നിങ്ങൾ പഞ്ചാര അടിച്ചു. അപ്പൊ മനസ്സിലായി നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മേച്ചൽ അതാ പറയുന്നത്. അതിന്റെ ഒരു സംഭവം വഴക്ക് തുറന്നു പറയുന്ന ഒരു കാലഘട്ടമായി മാറി. എന്തോ വഴക്കൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ വഴക്കുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറയും. പിന്നെ അതിലൊക്കെ ഉപരി എന്തോന്നറിയാം, ഒരു വഴക്കോ ഉല്ലോ ഒക്കെ ഉണ്ടായാൽ ഉടനെ വീട്ടിൽ ചെന്ന് ഉടനെ ഫോൺ അങ്ങോട്ട് എടുത്തിട്ട് അടിച്ച് മനസ്സിലാവുന്നു. അങ്ങനെ അങ്ങോട്ട് പറച്ചിൽ തുടങ്ങി. അപ്പൊ കുടുംബത്തിൽ നിന്ന് ഒരു ആങ്ങളെ ഒരു ഗുണ്ടായിരിക്കും. അവൻ ജിമ്മിനൊക്കെ പോകുന്നതായിരിക്കും. അവൻ ഉടുപ്പിടാഞ്ഞു വരും. അവ ചെന്ന് വന്നിട്ട് ഇങ്ങനെ മസിലൊക്കെ 2-3 എണ്ണക്കൊക്കെ ഇറങ്ങും. എന്തായാലും ഉടനെ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഡി മോളെ ഭാര്യയെ പിന്നെ വിളിക്കുക. എന്നിട്ട് അവൻ ഞെട്ടിപ്പോയെ ഇപ്പോൾ എന്തു ഈ പറഞ്ഞു, നീ എന്തു അടേ ഇന്നലെ എന്നെ അടിച്ചതുപോലെ ഇനി അടിക്കല്ലേ എന്നൊക്കെ ഉള്ള നമ്പർ അങ്ങോട്ട് അടിക്കുമ്പോൾ അവൻ പറയും അവനും മനസ്സിലാവും അവന്റെ പെണ്ണുമ്പോഴേക്കും അവന് കൊടുക്കുന്നില്ല. എന്നിട്ട് ഏറ്റവും അവസാനം അവൻ വന്ന് ഈ അളിയന്റെ കൂടെ ചെന്നിട്ട് ഒരു പെഗ് ഓടിച്ചിട്ട് 2 എണ്ണോടെ കഥ പറഞ്ഞ് പിരിയുന്ന ഒരു അവസ്ഥ വരും. പിന്നെ അങ്ങനെയൊന്നും അല്ല, ശ്രദ്ധിക്കണം. മനസ്സിലായോ? പണ്ടെന്ന് പറഞ്ഞാൽ ഈ കൗൺസിലിംഗ് ഒക്കെ എന്ന് പറഞ്ഞോണ്ടല്ലേ ഭയങ്കര ഇച്ചീച്ചയായിരുന്നു. മനസ്സിലായോ? കൗൺസിലിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ ഇച്ചീച്ചയായിരുന്നു. ഭ്രാന്ത് പിടിച്ചു. പെണ്ണുമ്പിള്ളേക്കും ഭർത്താവിനും ഭ്രാന്തട്ടെ, രണ്ടുപേരും കൗൺസിലിങ്ങിന് പോയേക്കാന്ന് പറയും. മനസ്സിലായോ? ഇന്നോ ഒരു മാനസിക പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ കൗൺസിലറെ വിളിച്ചിട്ട് വാ 1000 രൂപ അഞ്ഞു വാ ഞങ്ങൾക്കൊന്ന് പറഞ്ഞാ. മനസ്സിലായോ? അഡ്വൈസ് മേടിക്കും. എന്നിട്ട് അങ്ങനെ മാറാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേരൂടെ പറയും ഇനി നിങ്ങൾ രണ്ടുപേരുടെ മാറാൻ ഒരിക്കലും പറ്റത്തില്ല, നിങ്ങളുടെ സ്വഭാവം അജഗജ വ്യത്യാസമുണ്ട്, നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. ഉടനെ ആൾക്കാരെ വിളിക്കും, രണ്ടുപേരും 2 വഴിക്ക് പോകും. മനസ്സിലായോ? ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. ഒരു ഐഡിയ കിട്ടി. ഞാൻ പറയുന്നതൊക്കെ സത്യമാണോ? ബന്ധത്തിലൊരു സന്തോഷമൊക്കെ വേണോ? അതുകൊണ്ടാണ് ഞാൻ ഈ ചിന്താപരമായിട്ട് രാവിലെയും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായ സമയം തരുന്നത്. കുട്ടികൾക്ക് വേണ്ടിയൊന്നും ജീവിക്കാനൊന്നും നാളെ കിട്ടത്തില്ല. പിന്നെ നമ്മളൊക്കെ ഒരു ബൗണ്ടറി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനപ്പുറത്തോട്ട് കയറാൻ പാടില്ല എന്ന് വേണോന്നുള്ളതല്ല. ഇന്ന് പലരും ബൗണ്ടറികൾ വെച്ചിട്ടുണ്ട്. ഞാൻ അതിനൊന്നും എതിർക്കുന്ന ഒരാളല്ല. പിന്നെ ഏറ്റവും വലിയ ഇന്നത്തെ ഒരു പരിപാടി എന്തോന്ന് ചോദിച്ചാൽ അളിയന്മാരുടെ ഇടപെടല. ഏത് അളിയന്മാരുടെ? കൂട്ടുകാരുടെ വാട്സപ്പ് അളിയന്മാര്. എന്തോ ചെയ്യുന്നറിയാം, അവസരം കിട്ടി 2 മിനിറ്റ് കൊണ്ട് അങ്ങ് വരും. വാട്സപ്പ് അളിയന്മാർ വന്നിട്ട് പറയും ബെസ്റ്റീസ് ചങ്കീസ് എന്ന് പറഞ്ഞ അമ്മമാരെ ഇവിടെ ഇന്ന് വേണ്ട അലൂമിനിയ പെൺപിള്ളേർ പകുതിയും വീഴുന്ന ഇതിനകത്ത് അലൂമിനിയം അസോസിയേഷനകത്ത് വിളിച്ചോണ്ട് പോയിട്ട് എന്തോ ചെയ്യും? നീ ഇത്രയും ഞങ്ങൾ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, എനിക്ക് അലൂമിനിയം ഒന്നും വേണ്ട. എനിക്ക് എന്റെ കൂട്ടുകാർ, പണ്ടത്തെ കൂട്ടുകാരും ഇപ്പോഴത്തെ കൂട്ടുകാരും എല്ലാം ഒന്നാ. അലൂമിനിയം ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ അവരെ തള്ളി പറയാനൊന്നും ഞാൻ തയ്യാറല്ലേ. അപ്പൊ പറയുന്ന കേക്ക് അതെന്തോ പെണ്ണായതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ ഞാൻ മാറ്റി നിർത്തണം. അതെന്തായാലും ഇനി അങ്ങനെ പറയുന്നേ? നിങ്ങൾ എന്തോ പറഞ്ഞല്ലോ അങ്ങനെ കണ്ട്. അല്ല, നിങ്ങൾക്കും ആ ബന്ധം വേണം. ഞാൻ അങ്ങനെയൊക്കെയാ പറയുന്നേ. നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളൊക്കെ വേണ്ടോ? ഞാൻ എടുത്തോട്ടെ. മനസ്സിലായിക്കണം. അപ്പം സഹനം പോരാ, സമാധാനം വേണം. മനസ്സിലായി? സഹിക്കാൻ നമ്മൾ തയ്യാറാടേ. പക്ഷെ എന്തോ വേണം?
അതനുസരിച്ച് സമാധാനത്തിനനുസരിച്ചുള്ള സമാധാനം കൂടെ തരണം. ഐഡിയ മനസ്സിലായോ? Yeah. കരിയർ പ്രയോറിറ്റി ഇയാൾക്കും ഉണ്ട് എനിക്കും ഉണ്ട് എന്ന രീതിയിലായിരിക്കണം. എല്ലാ കാര്യത്തിലും അങ്ങനെ വേണം. കരിയറിലും വീട്ടിലെ പണികളിലും എല്ലാ ഇവിടെ കേരളത്തിലെ ജനസംഖ്യയിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ 40% ഡിവോഴ്സിന്റെ വക്കിലാണ്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ ഇതെല്ലാത്തോണ്ട് 40,000 പേരോളം ഡിവോഴ്സ്ഡ് ആയിപ്പോഴും. വീട്ടിൽ പഠിച്ചാലൊക്കെ അങ്ങനൊന്നുമല്ല. പുരുഷനായാലും സ്ത്രീ ആയാലും സെൽഫായിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ടാക്കിയിരിക്കണം. മനസ്സിലാക്കി? അതായത് അത് കുട്ടികളെ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കണം. ഒരു അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ. അതാ ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം. സ്വന്തം ജോലിയിലും ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. സ്വന്തം തുണി കഴുകാനും സ്വന്തം ഫുഡ് ഉണ്ടാക്കാനും. ഓക്കെ, നീ എന്തായാലും 2 മിനിറ്റ് സംസാരിക്കാം. പറ. സ്വന്തം പ്രയോറിറ്റി അതാണ് സ്വന്തം. അതായത് ആണായാലും പെണ്ണായാലും സെൽഫായി നിൽക്കാനുള്ളതെല്ലാം പഠിച്ചിരിക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടം അതല്ലേ. കാലഘട്ടത്തിൽ വലിയ നമ്മളെ ബാലൻസ് പൈസ എന്റെ തന്നായിരുന്നു. അത് മേടിച്ചാ. ഓക്കെ പറ. അപ്പൊ ഇതെന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന വെച്ചാൽ സ്ത്രീയുടെയും പുരുഷന്റെയും സൈക്കോളജി ഡിഫറെന്റ് ആണ്. മനസ്സിലായി? അപ്പം ആ സൈക്കോളജി പണ്ട് കാലങ്ങളിലൊക്കെ അത് അടിച്ചമർത്തപ്പെടുമായിരുന്നു. സ്ത്രീയുടെ സൈക്കോളജിക്ക് യാതൊരു വാല്യൂയും കൊടുക്കാതെ പുരുഷന്റെ സൈക്കോളജിക്ക് അനുസരിച്ച് സ്ത്രീ എന്ത് ചെയ്യണം, മാറ്റപ്പെടണം. അങ്ങനെ അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷൻ അധ്വാനിച്ചുകൊണ്ട് വരും, സ്ത്രീ അത് ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ആ ഒരു സമ്പ്രദായമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ലല്ലോ. സ്ത്രീയും പുരുഷനും സെൽഫായി അവർ രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആയി, അവർ രണ്ടുപേരും സ്വന്തമായി ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നു. അപ്പൊ അന്നേരം അവളുടെ ആ ഒരു സൈക്കോളജിക്ക് അല്ലെങ്കിൽ അവളുടെ ആ ഒരു ചിന്താഗതിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം പുരുഷൻ. അല്ല സ്ത്രീക്ക് കെയർ മാത്രം പോരാ. ഇപ്പൊ പുരുഷൻ പറയുന്ന പോലെ തന്നെ പുരുഷന് സപ്പോർട്ട് വേണമെന്ന് പറയുന്ന പോലെ സ്ത്രീക്കും സപ്പോർട്ടും കെയറിങ്ങും എല്ലാം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായ എല്ലാം വേണം. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ട്നേഴ്സ് കൺസെപ്റ്റ്. നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്. കാരണം തുല്യരായി. പെട്ടെന്ന് പറഞ്ഞോ, നമ്മുടെ സമയം തീരാറായി. എഡ്യൂക്കേഷൻ ഈസ് ഫോർ എവറി വൺ. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എഡ്യൂക്കേഷൻ. അവിടെ ഇപ്പൊ നമ്മളുടെ റൈറ്റ്സ് ഉണ്ട്, റൈറ്റ് ഓഫ് സ്പീച്ച് ഉണ്ട്. അപ്പൊ അതിന് ഒരിക്കലും എന്തുണ്ടാക്കരുത്, ഭംഗം ഉണ്ടാക്കരുത്. അതാണ് ഏറ്റവും വലിയ കാര്യം. സംസാരിക്കാനുള്ള അവസരം ആരാ തടസ്സപ്പെടുത്തുന്നത് ഇവിടെ? അല്ല, അതാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സിന് കാരണമാകുന്നത്. ഒരാളെ കേൾക്കാതെ അല്ലെങ്കിൽ അതായത് ഒരു ലിസണിങ് പവർ, ആ ഒരു കപ്പാസിറ്റി കപ്പിൾസിനിടയിൽ എന്തായാലും ഉണ്ടാവുന്ന ഒരു കാര്യം.